നമസ്കാരം. പ്രനീനോ തുടങ്ങുന്നു പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം രണ്ടാം തവണയും ബെല്ലാരിയിൽ. ഗോവർദ്ധന്റെ ഗോഡൌണിൽ SITയുടെ പരിശോധന. പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയ ചെന്നൈ സ്വദേശി ഡി മണിയെ കണ്ടെത്തി. BJP യോഗം ഇന്ന്. തൃപ്പൂണിത്തുറ, പാലക്കാട് നഗരസഭകളിലെ അധ്യക്ഷന്മാരെയും കണ്ടെത്തും. തിരുവനന്തപുരത്ത് VV രാജേഷിനും R ശ്രീലേഖയ്ക്കും സാധ്യത. കൊച്ചി മേയറെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ കലഹം രൂക്ഷം. ഇന്ത്യയുടെ കരുത്തുറ്റ ബാഹുബലി റോക്കറ്റ് കുതിച്ചുയർന്നു. ISROയുടെ LVM-3M6 വിക്ഷേപണം വിജയം. ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിച്ചു. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3യുടെ 8ാമത്തെ ദൗത്യം. സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് കുതിപ്പ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും കൂടി. സ്വർണ്ണ വ്യാപാരം ഇന്ന് 1,01,880 രൂപയിൽ. 2026 ഏപ്രിലോടെ ഗ്രാമിന് വില 14,000 ആകുമെന്ന് സ്വർണ്ണ വ്യാപാരികൾ. തിരുവനന്തപുരം നെടുമങ്ങാട് വാഹനാപകടത്തിൽ അമ്മയും മകനും മരിച്ചു. അപകടം പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച്. അമിതവേഗത്തിൽ വന്ന പിക്കപ്പ് ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഡ്രൈവർ കസ്റ്റഡിയിൽ. മട്ടന്നൂർ എടയന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 3 വർക്കല അകത്തുമുറിയിൽ വന്ദേ ഭാരത് ഓട്ടോയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. പാലാ തൊടുപുഴ റൂട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 7 വയസ്സുകാരി ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. തലസ്ഥാനത്ത് കായിക പ്രേമികൾക്ക് ആവേശമായി വനിതാ T20. വനിതാ ക്രിക്കറ്റ് ടീം ഇന്നെത്തും. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20യിലെ അവസാന 3 മത്സരങ്ങൾ തിരുവനന്തപുരത്ത്. മത്സരങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് കുതിപ്പ് തുടരുന്നു. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതുമൊക്കെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് ഇന്നും കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1,01,880 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 12,735 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ വില വീണ്ടും ഉയരും. കഴിഞ്ഞ ദിവസം പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 1 ലക്ഷം കടന്നത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. ഡിസംബർ 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില കുതിച്ചുയരുകയായിരുന്നു. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെ അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സ്വർണ്ണവില 1 ലക്ഷം പിന്നിട്ടതോടെ കൈവശം നല്ല സ്വർണ്ണശേഖരമുള്ളവർ പലരും ലക്ഷാധിപതികളും കോടീശ്വരരുമായിട്ടുണ്ട്. 100 പവൻ കൈവശമുണ്ടെങ്കിൽ 1 കോടി രൂപയുടെ ആസ്തിയായെന്ന് സാരം. ഇന്ത്യയിൽ സ്വർണ്ണത്തിന്റെ പ്രധാന വിപണിയാണ് കേരളവും തമിഴ്നാടും. കേരളത്തിലെ വീടുകളിൽ ഏതാണ്ട് 2,000 ടൺ സ്വർണ്ണമുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. അതായത് 200 കോടി ഗ്രാം. പവനിൽ കണക്കാക്കിയാൽ 25 കോടി പവൻ. ഇതിന്റെ മൊത്തം മൂല്യം ഇപ്പോഴത്തെ വിലയനുസരിച്ച് 25.4 ലക്ഷം കോടി രൂപ വരും. സ്വർണ്ണവില കുതിച്ചുയർന്നതോടെ 22 കാരറ്റ് വിട്ട് 18 കാരറ്റിലേക്കും 14 കാരറ്റിലേക്കും 9 കാരറ്റിലേക്കുമൊക്കെ നീങ്ങുന്നവർ ഏറെയാണ്. 22 കാരറ്റിനെ അപേക്ഷിച്ച് ആനുപാതികമായി വില കുറയുമെന്നത് തന്നെയാണ് കാരണം. എന്നാൽ 22 കാരറ്റിന്റെ ചുവട് പിടിച്ച് ഇവയുടെ വിലയും പുതിയ ഉയരത്തിലെത്തിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ആവണി ചന്ദ്രയുടെ വിവരങ്ങൾ നൽകാൻ. ആവണി, ഇന്നലെയും 1 ലക്ഷം കടന്നപ്പോൾ തന്നെ ഏറെക്കുറെയുള്ള മലയാളികളുടെ നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ട്. ഇന്നും ഇത്തരത്തിൽ സ്വർണ്ണവില കൂടി തന്നെ നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? വിവാഹം കഴിക്കാൻ പോകുന്നവരുൾപ്പെടെയുള്ളവരൊക്കെ എന്ത് ചെയ്യും? അതെ, വലിയൊരു ആശങ്ക തന്നെ ഈ സ്വർണ്ണവിലയിൽ കുറച്ചധികം നാളുകളായി ഉണ്ടാകുന്നുണ്ട്. 2-3 മാസം കൊണ്ട് നമുക്കറിയാം, 2-3 മാസം കൊണ്ടാണ് സ്വർണ്ണവിലയിൽ ഇങ്ങനെ ഒരു വർധനവ് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളത്. അതിനു മുൻപൊക്കെ ഒരു സ്വർണ്ണവില ഉയരുമെങ്കിലും കുറച്ച് നാളത്തേക്ക് പിന്നെ തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വെച്ചടി കയറ്റം, ഈ സ്വർണ്ണവിലയിൽ കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഈ സ്വർണ്ണവില ഇങ്ങനെ ദിനംപ്രതി ഉയർന്നിപ്പോൾ 1 ലക്ഷം കടന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് 1,760 രൂപ വർദ്ധിച്ച് ഈ സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് കടന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണവില സർവകാല റെക്കോർഡ് തന്നെയാണ്. 1 ഗ്രാമിന് ഇന്നിപ്പോൾ 35 രൂപയും പവന് 280 രൂപയും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 1 പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ
1,01,880 രൂപയിലധികം നൽകേണ്ടതായി വരും. കാരണം ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില 1,01,880 രൂപയാണ് എങ്കിൽ പോലും ഇതിന്റെ GST, അതുപോലെ തന്നെ പണിക്കൂലി, ഹോൾ മാർക്കിംഗ് ചാർജ്, ഇവയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വില നോക്കുമ്പോൾ 1,00,000-ലധികം രൂപ തന്നെ 1,00,000 ഇന്നത്തെ പവൻ വിലയിൽ അധികം രൂപ തന്നെ നൽകേണ്ടതായി വരും. അതിന്റെ പണിക്കൂലി അനുസരിച്ച് വില കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ 12,735 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. എന്തായാലും ഈ വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരും എന്നുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് സ്വർണ്ണ വ്യാപാരികളടക്കം ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം 1,760 രൂപ സ്വർണ്ണവിലയിൽ വർദ്ധിച്ചത്. ഇതോടെയാണ് 1,00,000 കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ മാസത്തിന്റെ തുടക്കത്തിലൊക്കെ തന്നെയും 95,680 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. അവിടെ നിന്നും 94,920 രൂപയിലേക്കൊക്കെ സ്വർണ്ണവില ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡിസംബർ 9 ഈ സ്വർണ്ണവിലയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി. അതൊരു പ്രതീക്ഷയൊക്കെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നൽകിയിരുന്നുവെങ്കിൽ പോലും അതിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. തൊട്ടു പിന്നാലെ തന്നെ ഈ സ്വർണ്ണവില കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ 1,00,000 കടന്ന് ഈ സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയർന്നേക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ഗ്രാമിന് 12,735 രൂപയാണ് വില വരുന്നത്. 2026 ഏപ്രിലോടെ ഈ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്നും ഈ ഗ്രാമിന് 16,000 രൂപ വരെ എത്തുമെന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് സ്വർണ്ണ വ്യാപാരികൾക്കടക്കമുള്ളത്. ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. എന്തായാലും ഈ സ്വർണ്ണവില 1,00,000 പിന്നിട്ടതോടെ കൈവശം നല്ല രീതിയിൽ സ്വർണ്ണശേഖരം ഉണ്ടായിരുന്നവരിപ്പോൾ ഈ ലക്ഷാധിപതികളും കോടീശ്വരന്മാരുമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഇപ്പോൾ എന്തായാലും സ്വർണ്ണവില ഇങ്ങനെ ഉയരുന്നത് വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നുണ്ട്, പ്രത്യേകിച്ചും വ്യാപാരികളെ സംബന്ധിച്ച്. സ്വർണ്ണ വ്യാപാരി അരുൺ മാർക്കോസ് ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ശ്രീ അരുൺ മാർക്കോസ്. 1,00,000 കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നിടത്താണ് ഇന്നലെ മുതൽ നമുക്ക് 1,00,000 കടന്നു എന്ന് തന്നെ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്വർണ്ണ വ്യാപാരമൊക്കെ ഈ 2 ദിവസങ്ങളിൽ എങ്ങനെയാണ് നടക്കുന്നത്? സ്വർണ്ണ വ്യാപാരം പൊതുവെ മന്ദഗതിയിലാണ് നടക്കുന്നത്. നമ്മൾ ഒരു ദിവസം മുന്നേ മിനിങ്ങാന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 160 രൂപ കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ 1,00,000 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്തും എന്നുള്ളതാണ് നമ്മൾ വൈകുന്നേരം സംസാരിച്ചിരുന്നത്. അതിനുശേഷം ഇന്നലെ തന്നെ 1,00,000 പിന്നിടുകയും ഇന്ന് വീണ്ടും വർദ്ധിക്കുകയും കൂടിയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോ 1,01,880 രൂപ ഒരു ഗ്രാം സ്വർണത്തിന് സ്വർണ്ണവില മാത്രമായി നൽകേണ്ടതായി വരും. അത് ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുമ്പോൾ 1,10 മുകളിലേക്ക് നൽകിയാൽ മാത്രമേ ഒരു പവൻ ആഭരണം ലഭിക്കുന്ന ഒരു സാഹചര്യമായി. ഇത്രയും വലിയൊരു വിലവർദ്ധനവ് ഉണ്ടായപ്പോൾ അത് ആളുകളെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അത് ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തുന്നത് വളരെ വലിയ തോതിൽ കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കല്യാണ സീസണാണ്. ആളുകൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ ജ്വല്ലറികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുൻകൂർ ബുക്കിംഗ് നടത്തിയ ആളുകളെ സംബന്ധിച്ച് അവര് സേഫാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ വിലവർദ്ധനവിന്റെ ഒരു പ്രശ്നം അവരെ ബാധിക്കുന്നില്ല. അത് ആ ഒരു ആനുകൂല്യം അവർക്ക് ലഭിക്കുമ്പോൾ ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നിലവിൽ പണം കൊടുത്ത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്വർണം വാങ്ങണമെങ്കിൽ വലിയ ഒരു തുക കൂടുതലായി നൽകേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ജ്വല്ലറികളിലൊന്നും പുതിയതായി വാങ്ങാനെത്തുന്ന ആളുകളുടെ ഒരു തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ ഇന്നലെയാണ് ആദ്യമായിട്ട് 1,00,000 കടന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വന്ന ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരൊക്കെ എന്താണ് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ കല്യാണം ആവുമ്പോൾ സ്വർണം വേണമെന്നുള്ളൊരു അലിഖിത നിയമമൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. എത്രയൊക്കെ സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞാലും ഒരു തരി പൊന്നെങ്കിലും വാങ്ങാതെ മലയാളികൾക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ജ്വല്ലറികളിലേക്ക് ആളുകൾ എത്തും. അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഇന്നലത്തെ ദിവസമാണല്ലോ ഇത്രയും വലിയൊരു വിലയിലേക്ക് എത്തിയത് സ്വർണ്ണവില. ആളുകൾ എത്തുമ്പോൾ ആളുകൾ വളരെ വലിയ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. വരുമ്പോൾ തന്നെ ആളുകൾ ഇത്രയും വലിയൊരു വില, അവര് 20 പവൻ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ 15 പവനിലേക്ക് ചുരുങ്ങുന്നു. അതാണ് ഇതിനകത്തുണ്ടായിരിക്കുന്ന വലിയ മാറ്റം. അപ്പോ 15 പവൻ ആഗ്രഹിച്ചിരുന്ന ഒരു 10 പവൻ ആഭരണമാണ് വാങ്ങുന്നത്. കാരണം അതിനുള്ള അത്രയും വലിയ ഒരു വ്യത്യാസം, ഏകദേശം ഇത്രയും ഒരു വലിയൊരു വർധനവെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ലല്ലോ വർധനം ഉണ്ടായിരിക്കുന്നത്. അത്രയും വലിയൊരു വർധനവ് സ്വർണ്ണവിലയിൽ ഉണ്ടായപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുകൊണ്ട് എല്ലാവരും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ബാക്കിയുള്ള ആളുകൾ കയ്യിലുള്ള ആഭരണങ്ങൾ തന്നെ
വീണ്ടും അത് മാറ്റി വാങ്ങാനായിട്ട് മെനക്കെടാതെ ആ ആഭരണങ്ങൾ തന്നെ പെൺകുട്ടികൾക്ക് ഒരു അസറ്റായിട്ട് നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ ഒരു സെറ്റ് മാത്രമൊക്കെ ആഭരണങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് ബാക്കി ആഭരണങ്ങൾ അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ തന്നെ അവർക്കൊരു അസറ്റായിട്ട് നൽകുന്ന ഒരു പുതിയൊരു മാറ്റം ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ അത് ബാധിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ ഒരു തരത്തിലുള്ള ട്വിസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരാനുള്ളത്. ഇന്നത്തെ ഈ സ്വർണ്ണ വിലയിൽ എത്ര രൂപ നൽകിയാലാണ് ഒരു പവൻ സ്വർണം വാങ്ങാൻ കഴിയുന്നത്? അത് ഓരോ ആഭരണത്തെയും ഓരോ ജ്വല്ലറികളെയും ഓരോ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ നിലവിലെ ഒരു മാർക്കറ്റ് അനുസരിച്ച് ഒരു ആവറേജ് 1,10,000 രൂപയൊക്കെ എങ്കിലും മിനിമം നൽകേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നിലവിൽ മാർക്കറ്റിൽ കാണുന്നത്. ഒരു സംശയം കൂടി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു വില ഒരു ആശ്വാസം നൽകുന്നതായിരിക്കും. പക്ഷെ അപ്പോഴും ഈ അവരുദ്ദേശിച്ച അത്രയും പവൻ അവർക്ക് ലഭിക്കുമോ ഈ ഒരു നേരത്തെ ബുക്ക് ചെയ്തതാണെങ്കിൽ പോലും? നേരത്തെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രൈസ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ പ്രൈസ് എത്രയാണോ ആ പ്രൈസിന് അവരെന്ന് വാങ്ങുന്നു അന്ന് നൽകാമെന്നുള്ള തരത്തിലാണ് ജ്വല്ലറികൾ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. ഓരോ ജ്വല്ലറികളും ഓരോ തരത്തിലാണ്. ചില ജ്വല്ലറികൾ 30% പണം വാങ്ങിക്കൊണ്ട്, ചില ജ്വല്ലറികൾ 50% പണം വാങ്ങിക്കൊണ്ടൊക്കെയാണ് മുൻകൂർ ബുക്കിംഗ് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ജ്വല്ലറികളെ സംബന്ധിച്ച് ഈ ജ്വല്ലറികളെ അതൊരു ബാധ്യതയായിട്ട് പലപ്പോഴും ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത്രയും വലിയൊരു വർധന ഉണ്ടാകുന്നു. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസമാണ്. ആളുകൾക്ക് ആ പറഞ്ഞ റേറ്റിൽ നൽകേണ്ടതായിട്ട് എന്താണെന്നും വരില്ല. അങ്ങനെ അഷുറൻസ് കൊടുക്കുന്നതുകൊണ്ട് ആ രീതിയിൽ നൽകേണ്ടതായിട്ട് വരുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവർക്കത് വലിയൊരു അനുഗ്രഹമാണ്. നേരത്തെ 1 മാസം മുന്നേ 2 മാസം മുന്നേ ഒക്കെ മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ ആ വിലയ്ക്ക് തന്നെ ജ്വല്ലറികൾ നൽകാൻ ബാധ്യസ്ഥരാണ്. ശരി, വളരെ നന്ദി ശ്രീ അരുൺ മാർക്കോസ് പ്രതികരിച്ചതിന്. സ്വർണ്ണ വ്യാപാരി ആണ് പ്രതികരിച്ചത്. ഇത്തരത്തിൽ ഈ സ്വർണ്ണ വ്യാപാരത്തെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ അദ്ദേഹം പ്രതികരിക്കുന്നതും. ഇന്നലെയും ഇന്നുമായി ഇത്രത്തോളം വലിയൊരു സ്വർണ്ണവിലയിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായും അവിടെ വരുന്ന ആളുകൾക്കും അതിൻ്റേതായ ഒരു ആശങ്ക ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും 2026 ഏപ്രിലോടെ സ്വർണം ഗ്രാമിന് 14,000 എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാരികളുടെ ഒരു കണക്കുകൂട്ടൽ. ഏറ്റവും മികച്ച നിക്ഷേപമായി സ്വർണ്ണത്തെ മാറ്റാൻ നിരവധി പേരാണ് എത്തുന്നതെന്നും സ്വർണ്ണ വ്യാപാരികൾ പറയുന്നുണ്ട്. പ്രതികരണത്തിലേക്ക്. അതായത് 2024 നിന്നും 2025 എത്തുമ്പോൾ ഏകദേശം ഗോൾഡിന് മാത്രം 72% വർധനവാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ഗ്രാമിന് 72% എന്ന് പറയുമ്പോൾ വലിയൊരു വ്യത്യാസമായി. ഏകദേശം ഒരു മടങ്ങ് അധികം വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാലും അത്യാവശ്യമായ കാര്യങ്ങൾക്കുള്ള വിവാഹ ആവശ്യത്തിനുള്ളതും അതുപോലെ തന്നെ നൂലുകെട്ട് അങ്ങനത്തെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്കുള്ള ഗോൾഡ് നമുക്ക് എടുത്ത് തന്നെ ആവണം. അപ്പം അതിന് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും കസ്റ്റമേഴ്സിന് യൂസ്ഫുള്ളായ രീതിയിലുള്ള അഡ്വാൻസ് പാക്കേജുകൾ ഓരോ 2 മാസം 3 മാസം 6 മാസം അങ്ങനത്തെ പാക്കേജുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് വ്യാപാരികൾക്ക് നഷ്ടം വരുന്നുണ്ടെങ്കിലും കസ്റ്റമർക്ക് കുറച്ചുകൂടി ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ റേറ്റിൽ ഇനിയും റേറ്റ് കൂടുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പുറമെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏപ്രിൽ ആകുമ്പോഴേക്കും 14,000 പറയുന്നുണ്ട്. അത് എന്തായാലും ആരും ഇത്രയും 1 ലക്ഷം ആവുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. 1 ലക്ഷം വരുമെന്ന് പറയലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതും ഇത്രയും കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് എത്തിച്ചേരുകയും ചെയ്തു. ഇനി ഇന്നലെ 1,16,600 ആയിരുന്നു. ഇന്ന് ഗ്രാമിന് 35 രൂപ അധികം വന്നു. ഇനിയും ഓരോ ദിവസവും വർധനവിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി ഭാവിയിൽ കല്യാണ പർച്ചേസുകൾക്കും ഇതിനൊക്കെ എടുക്കുന്നവർ ഇപ്പോൾ തന്നെ അതാത് ഷോപ്പുകളിൽ വന്ന് ബുക്ക് ചെയ്ത് അവരുടെ സ്ഥിതിക്കനുസരിച്ചുള്ള ഗോൾഡ് ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഫ്യൂച്ചറിലേക്കും ഇത് നല്ലതാണ്. ഇപ്പോൾ തന്നെ കുറേ പേര് ഗോൾഡ് വിൽക്കുന്നുണ്ട്. വീട് മേടിക്കുന്നതിനായാലും സ്ഥലം മേടിക്കുന്നതിനായാലും വിൽക്കുന്നുണ്ട്. അത് സേവിങ്സായി വെച്ചുള്ളവർക്കും അതൊരു ഉപകാരമാണ്. ഗോൾഡ് എന്നുള്ളത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഏറ്റവും നമ്മൾ റിയൽ എസ്റ്റേറ്റിനേക്കാളൊക്കെ എന്തും ഒരു ഉതകുന്ന വസ്തുവായി ലോഹമായി മാറിയിരിക്കുകയാണ് ഗോൾഡ്. ഇനിയും ഗോൾഡ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഷോപ്പിൽ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഇനിയും ഗോൾഡ് കൂടുമെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്.
അപ്പോൾ അത് എല്ലാവരും അതിനു മുമ്പ് തന്നെ മാക്സിമം മേടിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഓഫേഴ്സ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ മറ്റു വ്യാപാരികളും ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിന് യൂസ്ഫുള്ളായ രീതിയിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. അഡ്വാൻസ് പാക്കേജുകളായാലും മേക്കിംഗ് ചാർജിലായാലും നമ്മൾ ഈ റേറ്റ് കൂടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ കൂലി ഇനത്തിൽ 50% ഓഫർ നമ്മൾ കസ്റ്റമേഴ്സിന് ഈ ഇയർ എൻഡ് ഓഫർ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വാങ്ങാത്ത കസ്റ്റമർ ആണെങ്കിൽ ഈ മാസം ഒരു 5 ദിവസം കൂടി നമുക്ക് ഓഫർ ഉണ്ട്. അത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതാണ് സ്വർണ്ണ വ്യാപാരികളുടെ ഒരു പ്രതികരണം. പക്ഷേ അവിടെ വാങ്ങാൻ വരുന്നവരുടെയൊക്കെ ഒരു അഭിപ്രായം മറിച്ചാണ്. എങ്ങനെയാണ് ഇനി സ്വർണം വാങ്ങുക എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. കല്യാണ ആവശ്യത്തിന് അടക്കം സ്വർണം വാങ്ങാൻ ഒരുങ്ങുന്നവർ ഏറെ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക്. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെയാണെന്നറിയില്ല. ഇത് ആരോ ഇങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യമാണ് കൂടുന്നത്. രാവിലെയും കൂടുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷവും കൂടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഏകദേശം 1600 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഡിസംബർ 1-ാം തീയതി മുതൽ 24-ാം തീയതി വരെ ഏകദേശം 14,000 രൂപയുടെ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. പർച്ചേസ് ചെയ്യുന്ന ആളിനും ഒരു കുറവില്ല, വിറ്റുകൊണ്ടിരിക്കുന്നവർക്കും പ്രശ്നങ്ങളല്ല, അവരും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആവശ്യം വന്നപ്പോൾ ഞാനും വന്ന്, എൻ്റെ മോളെ കല്യാണമാണ്, അതിന് ഞാനും വന്നിരിക്കുകയാണ്. ഏകദേശം ഇത് പാവപ്പെട്ടവരാണെങ്കിൽ 5-10 പവനിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പണമുള്ള അനുസരിച്ച് അവർക്ക് കൊടുക്കാം. അവർക്ക് എന്തായാലും ഇത് നഷ്ടം വരുന്നില്ല. കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ഇത് ലാഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ സമയത്ത് 250, 500 രൂപയായിരുന്നു. പിന്നെ അത് 1500, 2000, 5000, 22,000, പിന്നെ 30,000, 35,000, 30,000, 1,01,000. എന്ത് ചെയ്യും? പെൺകുട്ടികളെ അയക്കണ്ടേ? നിങ്ങൾ സർക്കാരിനോട് പറ. ഗോൾഡിന് വില കൂടിയ പെൺകുട്ടികളുള്ള അമ്മമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആരും സ്ത്രീധനം വാങ്ങിക്കാതെ വരില്ല. 10-15 രൂപേൻ്റെ ഉരുപ്പിടി അതിൻ്റെ കുറവ്. ഇപ്പോൾ പാവപ്പെട്ടവർ എങ്ങനെ അയക്കും? പെൺപിള്ളേരുള്ളവർ വലിയ കഷ്ടം. ഇനി കൂടുമ്പോഴത്തേക്ക് ഈ വരന്മാർ ക്യാഷ് മതി എന്ന് പറയണം. ആഭരണം വേണ്ട, ഉള്ള ക്യാഷ് അവർക്ക് കൊടുത്താൽ അവർക്ക് ജീവിക്കാനായി. ആഭരണത്തോട് പുറത്തിറങ്ങാനേ പേടി. ഗോൾഡിന് 3,500 രൂപയുള്ള ഒരു പവന് 40-45 വർഷത്തിന് മുമ്പ് എനിക്കൊരു 15 രൂപ ഉരുപ്പടി ഇട്ട് അടിപൊളിയായിട്ട് കല്യാണം നടത്തിയിട്ട് സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി വേണമല്ലേ? ഇത്രയോ ഇരട്ടിയല്ല, അതിൻ്റെ 10 മടങ്ങെന്ന് പറയാം. അല്ല, ചേട്ടൻ്റെ ഒരു പ്രതികരണം പറഞ്ഞതുപോലെ വളരെ ശരിയാണ്. ജ്വല്ലറികൾ കൂടുന്നുണ്ട്, ഇത് വാങ്ങാൻ വരുന്നവരും കൂടുന്നുണ്ട്. എന്നിട്ടും ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആവണി തുടരുന്നുണ്ട്. ആവണി, ഇതാ ഇപ്പോൾ നമ്മുടെ 2-3 ചേച്ചിമാർ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്കാണ് ഏറ്റവും ടെൻഷൻ ആവുക എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ആവണിയെപ്പോലെ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ എന്താണ് ഇനി തീരുമാനിക്കുന്നത്? സ്വർണം വേണ്ടാന്ന് വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുമോ? അതെ, തീർച്ചയായും. നമുക്ക് നമ്മോട് സംസാരിക്കുമ്പോൾ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് പലതവണയായി പറഞ്ഞിട്ടുണ്ട്, ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ സ്വർണം അണിയുന്നത് കുറച്ചാൽ തന്നെ പകുതി പ്രശ്നം മാറുന്നുള്ളത്. ആ രീതിയിൽ തന്നെ സ്വർണം കുറച്ചുകൊണ്ടുള്ള ഒരു വിവാഹത്തിലേക്കൊക്കെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പോകുന്നത് ഈ ഒരു ഇത്രയും വലിയൊരു പ്രതിസന്ധി മറികടക്കാൻ സഹായകരമാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇത്രയും രൂപ, 1,00,000 രൂപയിലധികമായി സ്വർണ്ണവില ഇങ്ങനെ ഉയരുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അപ്രാപ്യമാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഈ പറയുന്ന രീതിയിൽ സ്വർണ്ണമൊന്നും വാങ്ങാനുള്ളൊരു ശേഷി, ഈ ഒരു സാമ്പത്തിക ശേഷി ഇന്നിപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഈ രീതിയിലേക്ക് നോക്കുമ്പോൾ വലിയ രീതിയിൽ സ്ത്രീധനമൊക്കെ കൊടുത്ത് കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിന് തന്നെ എപ്പോഴും ഒരു തെറ്റായ ധാരണ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിനെ ഈ ഒരു സ്വർണത്തിന്റെ വില ഈ രീതിയിൽ കുതിച്ചുയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്വർണം ഒക്കെ ഇപ്പോഴും വാങ്ങുന്നവർ പാവപ്പെട്ടവരുടെ ഒരു സ്ഥിതി കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് 50 പവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും കുറയ്ക്കരുത് എന്ന് കരുതുന്ന ഒരു അയൽവക്കമൊക്കെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണത്തിന്റെ ഉപയോഗം എല്ലാവരും കുറയ്ക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും നേരത്തെയൊക്കെ സ്വർണം വാങ്ങി വെച്ചിരുന്നവർ ഇന്നിപ്പോൾ ഒരു 100 പവനൊക്കെ കൈവശമുള്ളവർ ഒരു കോടിപതിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കോടിയുടെ ആസ്തി തന്നെയാണ് ഇന്ന് അവരുടെ കയ്യിലുള്ള. ഒരു 100 പവൻ കൈവശമുള്ളവർക്ക് ഇന്ന് 1 പവൻ 1,00,000, 1 പവൻ 1,00,000 ആകുമ്പോൾ അവരൊരു കോടീശ്വരൻ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സ്വർണത്തിന്റെ വിപണിയിൽ കേരളവും തമിഴ്നാടും ഒക്കെയാണ് എപ്പോഴും മുന്നിലായി നിന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ വീടുകളിൽ ഏതാണ്ട് 2,000 ടൺ സ്വർണ്ണമുണ്ടെന്നുള്ള അനൌദ്യോഗിക കണക്കുകളും ഈ ഒരു അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. അതായത് 200 കോടി ഗ്രാം സ്വർണ്ണമാണ് ഇന്നിപ്പോൾ
ഈ കേരളത്തിലെ വീടുകളിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 25 കോടി പവൻ എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെയൊക്കെ ഒരു മൊത്തമായിട്ടുള്ള മൂല്യം കണക്കാക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് 25.4 ലക്ഷം കോടി രൂപ മൂല്യം ഇന്ന് വരുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ 22 ക്യാരറ്റ് വിട്ട് 18 ക്യാരറ്റിലേക്കും അതുപോലെ തന്നെ 14 ക്യാരറ്റിലേക്കും 9 ക്യാരറ്റിലേക്കും ഒക്കെ നീങ്ങുന്നവരുടെ ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരി ആവണി, എന്തായാലും ഈ ഒരു വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്ത് സ്വർണം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പെൺകുട്ടികൾ എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ നേരത്തെ ആവണി പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം കിടക്കുന്നിടത്തോളം കാലം നമുക്കതൊക്കെ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഈ വരും സമയങ്ങളിൽ അറിയേണ്ടത്. ഇടവേള. നവംബർ 7 ദേശീയ ക്യാൻസർ അവബോധ ദിനമായാണ് ആചരിക്കുന്നത്. ക്യാൻസർ സാധ്യതകൾ, പ്രതിരോധം, മുൻകൂട്ടി കണ്ടെത്തുന്നതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, പുകയില ഉപയോഗം, മോശം ഭക്ഷണശീലങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ്. ദേശീയ ക്യാൻസർ അവബോധ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. 2014 അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ആദ്യമായി ഈ ദിനം അവതരിപ്പിച്ചത്. രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 8 ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ക്യാൻസറുകളിൽ പലതും നേരത്തെയുള്ള കണ്ടെത്തൽ വഴി തടയാൻ സാധിക്കുന്നതുമാണ്. പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സയ്ക്ക് സഹായിക്കും. ഇന്ത്യയിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറുകൾ സ്തനാർബുദം, ഗർഭാശയ അർബുദം, ഓറൽ ക്യാൻസർ, ശ്വാസകോശ അർബുദം തുടങ്ങിയവയാണ്. സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ സ്തനത്തിലോ കക്ഷത്തിലോ മുഴ കാണപ്പെടുന്നതോ, സ്തനങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ചർമ്മത്തിലോ ഉള്ള മാറ്റങ്ങളോ, മുലക്കണ്ണിൽ നിന്നും വരുന്ന ഡിസ്ചാർജോ അർബുദത്തിന്റെ ലക്ഷണമായി കരുതണം. സെർവിക്കൽ ക്യാൻസർ ലക്ഷണത്തിൽ യോനിയിൽ അസാധാരണമായ രക്തസ്രാവവും അസാധാരണമായ ഡിസ്ചാർജും സംഭവിക്കും. വായിൽ അസാധാരണമായ മുറിവോ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ ഓറൽ ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം. കടുത്ത ചുമയും കഫത്തിൽ രക്തം കാണപ്പെടുന്നതും ശ്വാസമുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെതായി പരിശോധിക്കണം. കൃത്യമായി കണ്ടെത്തലിലൂടെയും പരിശോധനയിലൂടെയും ക്യാൻസറിനെ പൊരുതി തോൽപ്പിക്കാം. വാർത്തകൾ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെത്തി. കേസിലെ പ്രതി ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ ഗോഡൌണിൽ SIT പരിശോധന നടത്തും. ഇത് 2ാം തവണയാണ് അന്വേഷണ സംഘം ബെല്ലാരിയിലെത്തുന്നത്. അതേസമയം പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയ സംഘത്തലവനെന്ന് വിദേശ വ്യവസായി നൽകിയ മൊഴിയിലെ ഡി മണി എന്നയാളുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. അഭിജിത്ത് ജയനുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ ബെല്ലാരിയിലെ പരിശോധനയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ ഡി മണി ആരാണ് എന്നുള്ള കാര്യം SIT കണ്ടെത്തിയല്ലേ? നീത, ഇത് 2ാം തവണയാണ് ബെല്ലാരിയിൽ SIT സംഘം എത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടികൾ കടുപ്പിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. തുടരന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധനിൽ നിന്ന് മൊഴിയെടുക്കാനും വിവരശേഖരണത്തിനും മറ്റുമായി അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. തൊണ്ടി മുതൽ എന്നുള്ള പേരിൽ 109 ഗ്രാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 475 ഗ്രാം ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവ ശബരിമലയിൽ നിന്നെടുത്ത യഥാർത്ഥ സ്വർണ്ണമല്ല, മറിച്ച് തട്ടിയെടുത്തതായി കരുതുന്നതിന് തുല്യ അളവിലുള്ള സ്വർണം പ്രതികൾ തന്നെ SITക്ക് കൈമാറിയതുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അന്വേഷണം പുരാവസ്തു കടത്ത് സംഘത്തിലേക്ക് കൂടി നീങ്ങുകയും ചെയ്യുകയാണ്. SIT അന്വേഷിക്കുന്ന ചെന്നൈ വ്യവസായി ഡി മണി എന്നറിയപ്പെടുന്ന ആളെ കേന്ദ്രീകരിച്ച് കൂടി അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇയാൾ പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ള സൂചന. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായിട്ടുള്ള ഇടപാടുകൾ പരിശോധിക്കാനുള്ള നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണമായി ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസായി വന്നത് കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമായിരുന്നു. കോടതി നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് രമേശ് ചെന്നിത്തല. പ്രത്യേക അന്വേഷണ സംഘത്തെ ചെറുതായി കാണുന്നില്ല, സ്വർണ്ണ കവർച്ചയിൽ വലിയ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം കൂടി ചെന്നിത്തല ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെന്നിത്തല ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ദുരൂഹ പുരാവസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിർണായകമായിട്ടുള്ള ചില മൊഴികൾ SIT സംഘത്തിന് നൽകുകയും ചെയ്തതാണ്. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് വിശദമായി മൊഴിയെടുത്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും അന്വേഷണം അതിലേക്ക് നീളുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ബെല്ലാരിയിൽ SIT സംഘം ഇത് 2ാം തവണ എത്തിയിരിക്കുന്നു.
എത്തിയിരിക്കുന്നു. കോവർത്തലിൽ നിന്ന് കൂടുതൽ മൊഴിയെടുക്കും. ഒപ്പം അവിടെ തുടർ പരിശോധനകളും തെളിവെടുപ്പും വിവരശേഖരണവും മൊഴിയെടുക്കലും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഡി മണി എന്നുള്ള ആളിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി SIT സംഘത്തിന്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. നീത. ശരി, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മേയറെ പ്രഖ്യാപിച്ചതിനു പിന്നാലെ കോൺഗ്രസിനുള്ളിൽ കലഹം രൂക്ഷം. കൗൺസിൽ അംഗങ്ങളുടെ വോട്ടെടുപ്പ് പരസ്യമായി നടത്തിയതിനെതിരെ ദീപ്തി മേരി വർഗീസ്. മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിന് പകരം മറ്റു പദവി സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും അത് ആലോചനയിലില്ലെന്നും ദീപ്തി പറഞ്ഞു. അതേസമയം മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ദീപ്തിക്ക് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നു. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഇത് പ്രോസസ് ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി, എനിക്ക് പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. മറ്റൊരു കാര്യത്തിലും എനിക്കൊരു വിയോജിപ്പുമില്ല. ഇല്ല, എല്ലാം അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്ന് ഇതിന് പകരമായി വേറെന്തെങ്കിലും തരണം, അങ്ങനെ ഒരു വാദം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത്. ഇതിന് പകരം മറ്റൊന്ന് തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ്. കോൺഗ്രസിൽ വിശ്വസിക്കുന്ന, കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം, ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ്. അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് KPCC വിലയിരുത്തട്ടെ. കൊച്ചി മേയറെ തിരഞ്ഞെടുത്ത പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർട്ടി തീരുമാനം അന്തിമമാണ്. ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമെന്നും എന്നാൽ പാർട്ടി തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം കേരളത്തിലുണ്ടാകണം. അതിനുവേണ്ടി എല്ലാവരും പരമാവധി യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പക്ഷത്താണ് എൻ്റെ നിലനിൽപ്പ് കൃത്യമായിട്ടും. പിന്നെ ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ദീപ്തി മേരി വർഗീസിന് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ KSU പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ 1987 കാലഘട്ടത്തിൽ അന്ന് എറണാകുളത്ത് പോകുമ്പോൾ മഹാരാജാസ് കോളേജിലെ ഒരു കൊച്ചുകുട്ടി, മഹാരാജാസ് കോളേജിൽ നിന്ന് KSUവിന് കടന്നു കയറാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് KSUവിൻ്റെ കൊടിയുമായി വന്ന് ഏറ്റവും ശക്തമായിട്ട് നിന്ന് അന്നു മുതൽ ഇന്നു വരെ കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിൽക്കുന്ന ഒരു സഹോദരി എന്ന നിലയിൽ അവരത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല, വിഷമമുണ്ടായിരുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു. ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നു. പാർട്ടി തീരുമാനം അന്തിമമാണ് എന്തായാലും. അതിനകത്ത് എന്തെങ്കിലും അപാകതകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടി വേദികളിലാണ്. ആ പാർട്ടി വേദികളിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകും. മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സ്വാഭാവികമായിട്ടും തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് മേയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.